ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. സയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 26 സാറ്റർഡേ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സയാൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ഒരു വീക്കിൽ എന്താ പറയുക, കുറച്ച് ഹോളിഡേയ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ മഴ കാരണം. പിന്നെ തേഴ്സ്ഡേ കർക്കിടക വാവിൻ്റെ അവധിയായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേയും വെനസ്ഡേയും മാത്രം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തേഴ്സ്ഡേ വൈകിട്ടാണ് കേട്ടോ. അന്ന് ഹസ്ബൻഡിനും ഹോളിഡേ ആയിരുന്നു. തൃശ്ശൂർ പോണാ സയാൻ? എന്തിയാ? കളിക്കാൻ വേണ്ടിയാ? ബീച്ചില് മഴയത്താണെങ്കിലും ബീച്ചിൽ പോവോ സയാൻ? ആരാ പോകുന്ന ബീച്ചില്? बेबीज का बैग सोफी जैन क्या ഇതാ മതി. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ബർത്ത്ഡേ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഷോപ്പിലേക്കായിരുന്നു. അതിനുശേഷം തിരിച്ച് വരുന്ന വഴിക്ക് കേക്ക് കട്ടി കയറിയിട്ട് ഒരു കഷ്ണം പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് സ്നാക്സ് വാങ്ങിച്ച്. അപ്പോൾ സയാന് പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ആ ബാനറും ഫോയിൽ ബലൂണൊക്കെ വെച്ച് പിന്നെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പേസ്ട്രിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സയാൻ ഇപ്പോൾ ഒന്ന് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സർപ്രൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സർപ്രൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? ചെറിയൊരു ഐറ്റം ആണെങ്കിൽ പോലും അതൊരു ഗിഫ്റ്റ് റാപ്പിലൊക്കെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. സയാനൊക്കെ ചെറിയൊരു ഐറ്റം ആണെങ്കിൽ പോലും റാപ്പ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഏകദേശം എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. Happy birthday to you. Happy birthday. Happy birthday. Happy birthday, Zayan. Then surprise. ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഗിഫ്റ്റൊന്നും ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡെലിവറി ചെയ്യും കേട്ടോ. ഹാപ്പി എവിടെ പോണ? കേക്ക് കട്ടി. അങ്ങനെ അതിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ സയാന് ഭയങ്കര ഇഷ്ടമാണ് ഫയർ ട്രക്ക്. അപ്പോൾ ഫയർ ട്രക്കാണ് വാങ്ങിച്ചത്. സയാന് കേക്കൊന്നും അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഒന്ന് ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കും, അത്രേ ഉള്ളൂ. Happy birthday Zayan Papa. Happy birthday Zayan Mani. Bas. Then happy ana? Happy.
നോക്കാലോ. കണ്ണീനും എന്റെ കൗതുകം നീണ്ടും വാങ്ങും കുവിയ ചെവിയും കൂത്കനകനും പിന്നെ രണ്ട് ഉരുണ്ട കണ്ണും കൊമ്പൻ വീശ എന്നിയെ കണ്ടു. പിന്നെ ഞങ്ങൾ രാത്രി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇപ്പം പോകുന്നത് ഫ്രൈഡേ രാത്രിയാണ്. സ്കൂളിലാ രാത്രിയാ എന്ത് മേടിക്കാനാ? മിഠായി മേടിക്കാൻ. മിഠായി മേടിക്കാനാ? പല്ല് ചീത്താവും. ഞാനേ ഞാൻ എന്ത് ചെയ്യാനറിയോ? ലൈഡിലേക്ക് പോവാൻ. മേടിക്കാനാണോ? ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ രാവിലെയാണ്. അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ കേട്ടോ. പിന്നെ ഇതാ അതിന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അപ്പോൾ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പാരൻസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ലഞ്ചും കൂടെ ഉണ്ടാക്കി നേരത്തെ വെക്കുകയാണ്. ചിക്കൻ റോസ്റ്റും സാമ്പാറും ബീട്രൂട്ടും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആണ് ഇന്ന്. ബർത്ത്ഡേ ആണോ? പാരൻസ് മീറ്റിംഗിന് പോണേണോ? അങ്ങനെ പാരൻസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11:10 ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. നമ്മൾ എത്തിയപ്പോൾ കുറച്ചൊന്ന് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാം രാഖി മിസ് കേട്ടോ. നഴ്സറിയിലും രാഖി മാം തന്നെയായിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ വാപ്പ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും പിക്ക് ചെയ്തിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവർ ട്രെയിൻ ഇറങ്ങിയിട്ട് സ്കൂളിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ സയാന് ഉമ്മയും വാപ്പയും അനിയനൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐഫോൺ ക്യോ ഫോട്ടോ വാ ആ ബട്ടൺ കാണാം. ഡിലീറ്റ് ചെയ്യാൻ ആ ശരിയാണ്. ഏലിക്ക് ഏലിക്ക് വാവ് വാവ് ഹാപ്പി അതവിടെ ഇരിക്കട്ടെ. ഞാനൊക്കെ
അപ്പോൾ ഉമ്മയും വാപ്പയും കേട്ട് സയാന് ഈ ഒരു ടീഷർട്ടും പിന്നെ സോയ് ബേബിക്ക് ഒരു ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സോയ് ബേബിക്ക് അനിയത്തി വാങ്ങിച്ച് കൊടുത്തു വിട്ട ഡ്രസ്സാണ്. പിന്നെ ഇന്നലെ വാപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ കട്ട് ചെയ്ത കേക്കിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോയിൽ ബലൂൺ വീർപ്പിക്കുകയാണ് ഹസ്ബൻഡ്. അപ്പോൾ ഉമ്മ വന്നപ്പോൾ പപ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ ബലൂണും വീർപ്പിക്കുകയാണ് കേട്ടോ. ശരിക്കും ഡിസ്നിയുടെ ഈ ലൈറ്റ്നിങ് മെക്യുവിൻ്റെ കാസിൻ്റെ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിട്ടാണ് എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വാങ്ങിച്ചത് കേട്ടോ. പിന്നെന്താ സയാൻ അതേപോലെ തന്നെ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്രൈയിൽ. അപ്പോൾ അവർ വെനസ്ഡേ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വെനസ്ഡേ കൊണ്ടുവന്നില്ല. പിന്നെ ഫ്രൈഡേ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഫ്രൈഡേയും കൊണ്ടുവന്നില്ല. അപ്പോൾ സാറ്റർഡേ ആയിരുന്നല്ല പരിപാടി. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തേണ്ടി വന്നു. കണ്ടമ്പൂച്ച ഇതാർക്ക് കിട്ടിയതാ ശരിക്കും? പപ്പ കിട്ടിയതാ? താഴെ കുനിഞ്ഞു പോണേ ബലൂൺ വേൽപ്പിക്കുമ്പോ. പിന്നെ ആര് വലിപ്പിച്ചിട്ടാ? ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു 5 o'clock ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് ലഞ്ചിന് അങ്ങനെ ഡിലേ ആയില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കി വെച്ച പായസം കുറച്ചൊന്ന് കട്ടിയായി പോയപ്പോൾ പാലൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പായസം കുടിക്കാൻ കേട്ടോ. ഇന്ന് ഒരു ഈവനിങ് 5 മണിക്കാണ് കേട്ടോ കേക്ക് കട്ടിങ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സ്നാക്സും ജ്യൂസും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിലെ പാർട്ടി ഹോളുണ്ട് 11th floor. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കേക്ക് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇതാ പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഭയങ്കര കാര്യമായിട്ടുള്ള ഡെക്കറേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ സയാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാറ്. അപ്പോൾ പിന്നെ അവനിഷ്ടമുള്ള തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഫുൾ സെറ്റ് സയാൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ചെറിയ സൈസുള്ളതും വലിയ സൈസുള്ള കാറൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. പിന്നെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സയാൻ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാ ആ ഒരു തീമിൽ തന്നെയാണ് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പ്രാലൈൻ ട്രഫിൽ നിന്നുള്ള ഒരു ഫ്ലേവറിൻ്റെ കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്കും ആ ഒരു തീമിലാണെന്നുള്ളത് സയാൻ അറിയില്ലായിരുന്നു. ആ കേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. തൊട്ട് നോക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ഹസ്ബൻഡാണ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് സയാൻ എന്നൊക്കെ എഴുതി 4 എന്നൊക്കെ എഴുതിയിട്ട് കേക്ക് കട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഉമ്മയും വാപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴും സയാന് ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സോയ് ബേബിനെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സോയ് ബേബിക്ക് ഒരു ബോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇനി 11th floor പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇവിടെയുള്ള കുട്ടികളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു 4:45 മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സയാൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
സയാന് ജോയ് ബേബിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോയ് ബേബിൻ്റെ കയ്യിലൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാനുണ്ടോ. അപ്പോൾ അനിയൻ ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് കത്തിക്കായിരുന്നു കേട്ടോ. 4 എഴുതിയിട്ടുള്ള ക്യാൻഡിലാണ് കേക്കിൽ വെക്കുന്നത്. ജൂലൈയിലാണ് നമ്മുടെ ഫാമിലിയിൽ മിക്കവരെയും ബർത്ത്ഡേ ഉള്ളത് കേട്ടോ. അതായത് ജൂലൈ 11 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ, പിന്നെ ജൂലൈ 25 വാപ്പയുടെ ബർത്ത്ഡേ, ജൂലൈ 26 സയാൻ്റെ ബർത്ത്ഡേ, ജൂലൈ 27 ഉമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ, പിന്നെ ജൂലൈ 28 അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കേട്ടോ. ക്യാൻഡിൽ ഉപയില്ലല്ലോ. ആക്ച്വലി സയാന് കേക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോൾ കഴിക്കൂല. അപ്പോൾ ജസ്റ്റ് വായിൽ വെക്കുകയുള്ളൂ, കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ചില സമയത്ത് തീരെ കഴിക്കില്ല. ആദ്യമൊന്നും തീരെ കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. വായിൽ കൊടുത്ത കേക്ക് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇറക്കിയിട്ടില്ല. ചില സമയത്ത് തുപ്പിക്കളയും. അങ്ങനെയൊക്കെയാണ് സയാൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഇപ്രാവശ്യം ഡിന്നറല്ല, സ്നാക്സും ജ്യൂസാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ ഇങ്ങനെ ഡിന്നർ പോലെയായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിലാണ് കേക്ക് കട്ടിങ് വെച്ചത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഒരു 8 o'clock ആയിരുന്നു വെക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സയാൻ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്.
സയന് കിട്ടിയ ഗിഫ്റ്റൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സോയി ബേബിക്കും അതിലൊരു ഫ്രോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ സയൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നല്ല ഗിഫ്റ്റായിരുന്നു. ഗിഫ്റ്റ് തന്നതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. ചെറുതായിട്ടൊരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞൊരു കോലമാണ് വീടിൻ്റെ. ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഡെക്കറേഷൻ ചെയ്തതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. ഇനി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. സയനപ്പോൾ ക്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റിൽ ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പസിലും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് കഴിച്ചോളാൻ പറയും. അപ്പോൾ അതുവരെ ഉമ്മ ബേബീനെ എടുത്തുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ സയാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടായിരുന്നു. പിന്നെ ഉമ്മ കൊണ്ടുവന്ന കേക്ക് സയാൻ കഴിക്കാൻ കേട്ടോ. അപ്പോൾ കഴിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. സാധാരണ കേക്ക് കഴിക്കാത്ത ഒരാൾ കേക്ക് കഴിക്കുമ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്നത് കേക്കിൽ ആ ക്രീം മാത്രം സ്പൂണിലാക്കിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. കേക്കിൻ്റെ പീസസ് വായിൽ പോകുന്നില്ല കണ്ടോ. സയാൻ്റെ സ്കൂളിൽ മൺഡേ കേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസ് മാം അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്കൂളിലേക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.